ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മേഴ്സീസ് വേൾഡ്. ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഇത് കണ്ടോ. ഇത് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്ന പൊട്ടറ്റോ ചിപ്സിന്റെ ഒരു ചെറിയ ഒരു ചെപ്പാണിത്. കണ്ടോ, പൊട്ടറ്റോ ചിപ്സിന്റെ ചെറിയൊരു ചെപ്പ്. അത് കുട്ടികൾ അതിൻ്റെ ഉള്ളിലത്തെ പൊട്ടറ്റോ ചിപ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഈ സാധനം അവിടെ വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പുതിയ ഒരു വെറൈറ്റി ഐഡിയാസ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് കുറച്ച് കയറെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നടാൻ പറ്റിയിട്ടുള്ള കുറച്ച് ചെടി കുറച്ച് ചെടി എടുത്തിട്ടുണ്ട്. ഈ ചെടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതിനകത്തുനിന്ന് ഭംഗിയാക്കാൻ നോക്കാം. ചെടി ഇത് കയറൊക്കെ ചുറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഭംഗിയാക്കിയിട്ട് ചെടി നമുക്ക് ഇതിനകത്ത് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനിതൊക്കെ എൻ്റെ പരിപാടി. ഇത് കുറച്ച് പഴയ കയറ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് ആദ്യം ചുറ്റാം നമുക്ക്. ആ പഴയ കയറ് നല്ലോണം ചുറ്റാം. പഴയ കയറ് നന്നായിട്ട് അടുപ്പിച്ചടുപ്പ് ചുറ്റി കൊടുക്കും. ഇത് ആദ്യം ചുറ്റേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു ചെറിയൊരു ലെയർ പോലെ അടിയിലേക്ക് ഇത്തിരി വീതി കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ ഈ കട്ട ഇവിടെ തന്നെ നിന്നോട്ടെ, നമ്മൾ കളയണില്ല. അത് ഇതിനെ ഇതിങ്ങനെ നമ്മൾ ആദ്യം ചുറ്റി വെച്ചു അടിയിൽ. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളിനി മുകളിലേക്ക് ചുറ്റിടുകയാണ്. ഇതിലേക്ക് അടിയിൽ ചുറ്റാൻ മതിയില്ല, അടിയിൽ ചുറ്റാൻ മതി. പക്ഷെ അതൊന്നും കൂടി ഭംഗിയാവാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ മുകളിൽ നിന്ന് ചുറ്റിടുക്കുന്നത്. അപ്പോൾ 2 ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അടിയിലൊരു ഭാഗത്തിൽ കട്ടിയായിട്ട് നിൽക്കുകയും ചെയ്യും. ഇനി നമ്മൾ മുകളിൽ നിന്ന് ചുറ്റി കൊടുക്കണം. ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് ചുറ്റണം, അടി വരെ ചുറ്റണത്. അപ്പൊ നമ്മളിതെങ്ങനെ ചുറ്റിയെടുത്തു. അപ്പൊ അത് നമ്മളിങ്ങനെ നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് ഇത് ചുറ്റിയെടുത്തപ്പോൾ നമുക്ക് എനിക്കൊരു പുട്ടുംകുറ്റിയുടെ ഒരു ഷേപ്പായിട്ടാണ് ഇപ്പം നമുക്കിത് ഇരിക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡെക്കറേഷൻ. ഇനി ഇതിൽ നമ്മൾ ഈ ചെടിയാണ് നമ്മൾ ഇതിനകത്ത് വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മണ്ണിടണം ഇതിനകത്ത്. നമ്മളതിനകത്ത് കുറച്ച് മണ്ണിട്ടു. ഇനി നമ്മളതിനകത്ത് വെക്കാൻ പോകുന്ന ചെടി എന്ന് പറയുന്നത് ഈ ചെടിയാണ് നമ്മളതിനകത്ത് വെക്കാൻ പോകുന്നത്. അതിനകത്തേക്ക് വെക്കാൻ പോകുന്നത് ഇത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതെല്ലാം അടത്തിയെടുക്കുക. വേര് കുറച്ച് അടത്തിയെടുത്തിട്ട് ഓരോ എളുപ്പമായിട്ട് അടത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ വേരുകളൊക്കെ വല്ലാണ്ട് നിൽക്കുന്ന വേരുകളൊക്കെ പൊട്ടിച്ച് കളയുക. ചെറുതായിട്ട് പൊട്ടിച്ച് കളഞ്ഞിട്ട് നമുക്കതിൻ്റെ അത് മാത്രം വെക്കണ്ടു. എന്നാലും വേരുകൾ ഇഷ്ടംപോലെ പിടിച്ചോളൂ. കുറേ നിൽക്കുന്ന വേരുകളൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചെടുത്തിട്ട് വെച്ചോളൂ. നന്നായിട്ട് ഉണക്കി എന്നിട്ട് ഗതികയും ശേഷം ഈ തൈയും നമുക്ക് ആദ്യം വയ്ക്കാം.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേര് പിടിച്ചിട്ടുള്ള ചെടികളാവുമ്പോൾ നമുക്കത് നടാനും നട്ട വേഗം പിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും കുറച്ച് വേരായിട്ട് വെക്കണം നല്ലത്. മറ്റത് പിടിക്കില്ല എന്നല്ല, പിടിച്ചു വരാൻ കുറച്ച് സമയം എടുക്കും. ഇതാവുമ്പോൾ പെട്ടെന്ന് അത് അതിൻ്റെ ഉള്ളിൽ വളർന്നോളും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. നല്ലോണം വളർന്നു. അല്ലെങ്കിൽ വേര് പിടിച്ച് വരുമ്പോഴേക്കും കുറച്ച് ദിവസം പിടിക്കും. ശേഷം നമ്മൾ ഇതിങ്ങനെ ചെടി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള മണ്ണും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഉറപ്പിക്കണം. ബാക്കിയുള്ള മണ്ണും കൂടി നമ്മൾ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് അങ്ങോട്ട് അമർത്തി മണ്ണിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഉറപ്പിക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കണം. ഇത് നമുക്ക് ലിവിങ് റൂമിൽ വെക്കാം. ലിവിങ് റൂമിൽ വെക്കാനായിട്ട് ഏറ്റവും നല്ല ഭംഗിയുള്ള ഇതാണ്. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇതിനൊന്നും അധികം വെള്ളം പിന്നെ പരിചരണം ആവശ്യമുള്ള ചെടിയൊന്നുമല്ല. ഇത് വേഗം വളർന്നതായിക്കോളും. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേറെ ഒരു വളം ഒരു കാര്യങ്ങളും ഇതിൽ ചെയ്യേണ്ടത്. അല്ലാണ്ട് തന്നെ ഇത് പിടിച്ചോളും. പെട്ടെന്ന് വളരുന്ന ചെടിയാണിത്. അപ്പോൾ നിങ്ങൾക്കിത് ഞാൻ എൻ്റെ താല്പര്യത്തിന് പല ലിവിങ് റൂമിൽ വെക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ എവിടെ വേണമെങ്കിലും വയ്ക്കാം. നല്ല സൂപ്പർ ചെടിയാണിത്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. ലൈക്ക് ചെയ്യാൻ ആരും പഠിക്കണ്ട. ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. പിന്നെ നിങ്ങൾക്ക് കമൻറ്റുകളൊക്കെ ഇടാട്ടോ. ഈ ചെടിയുടെ പേര് ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. കാരണം ഞാൻ ഇങ്ങനെ കിട്ടണ ചെടിയുടെ അറിവ് വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതല്ല വേറെ എന്തെങ്കിലും പേരുകളാണ് ഈ ചെടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞ് ഉപകാരം. അപ്പം എനിക്ക് ആ ചെടികളുടെ പേര് അറിയുകയും ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.